അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാനൊരു വീക്ക്ലി പ്ലാനിങ് വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഓരോ വീക്കും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഓരോ ദിവസം ചൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ദിവസവും നമുക്ക് പ്രത്യേകം ഡിസൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാനും ഹെൽപ്ഫുള്ളാകും. നമ്മൾ ഇതിലിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇസ്ലാമിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളതും മൈൻഡ്ഫുൾ എക്സസൈസ്, ക്ലീനിങ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ക്ലീനിങ്ങിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ നമുക്ക് ഓരോ പാർട്ടായിട്ട് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് വീട് വൃത്തിയാകുന്നതും ഓരോ പാർട്ടായി ചെയ്യുമ്പോൾ അതിനോടുള്ള മടിയൊക്കെ തീർന്നു കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഓരോ ദിവസം സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. അതുപോലെ നമ്മുടെ മക്കളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതിന്, ഇബാദത്തിന്, അങ്ങനെ ഓരോന്നിനും ഓരോ പ്രത്യേക ദിവസവും അതിൽ ഓരോ പ്രത്യേക കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇസ്ലാമിക് പ്ലാനർ ആയിട്ടുള്ള ഭാഗം മാത്രമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് മറ്റു ഭാഗങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്കിതിൽ ഹെൽത്തുമായിട്ടുള്ളത്, എക്സസൈസ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, വായിക്കേണ്ടുന്ന ബുക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് നമ്മുടെ ഓരോ വീക്കും സ്പെഷ്യലായിട്ട് തോന്നുന്നതാണ്. നമുക്ക് ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള ടൈമും കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ളത് ഇസ്ലാമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്. ഞാനൊരു ഇസ്ലാമിക് പ്ലാനറാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒരു പേജിൽ ഇത് നമ്മൾ ഏത് ബുക്കായാലും നമുക്ക് സെലക്ട് ചെയ്യാം. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ഓൾഡ് ഡയറിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ മന്ത്ലി പ്ലാനറൊക്കെ എഴുതാൻ നോട്ട് ബുക്കാണ് യൂസ് ചെയ്യാറ്. വീക്ക്ലി പ്ലാനർ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഓൾഡ് ഡയറി എടുത്തിട്ടുണ്ട്. ഇതിൽ പ്ലാൻ അവർ വീക്ക് എന്ന് എഴുതിയിട്ടൊരു പേജ് വെറുതെ ജസ്റ്റ് ഒഴിച്ചിട്ടിട്ടുണ്ട്. ഡിസൈൻ ഇതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇതിൽ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഞാൻ സെലാഡ് ട്രാക്കറാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ 1 തൊട്ട് 7 വരെ നമ്പേഴ്സ് താഴേക്ക് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പേജ് ഖുർആൻ ട്രാക്കറാണ്. ഇതിൽ ഞാൻ ഒരു ഹേർട്ടിൻ്റെ പിക്ചർ കൊടുത്തിട്ട് ഇവിടെ ഒരു 2 കൊടുത്തിട്ട് 2 ഡാഷ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഖുർആൻ ഓതി തുടങ്ങണ ആയത്തും ഓതി നിർത്തിയ ആയത്തും ഓരോ ദിവസവും അതാണ് ഞാനിവിടെ വിചാരിക്കുന്നത്. ഞാൻ ഡെയിലി ഖത്തമുൽ ഖുർആൻ ഓതാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് ഞാൻ ഈ പാർട്ട് ഇവിടെ വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് മോർണിംഗ് അദ്കാർ, നമ്മൾ രാവിലെ ചെല്ലുന്ന അദ്കാർ ഡെയിലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഞാൻ ഓരോ ടിക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡെയിലി സൂറ, അപ്പോൾ വാഖിയ, യാസീൻ, മുൽക്ക്, അതുപോലെ തന്നെ റഹ്മാൻ, മുസമ്മിൽ, അങ്ങനെ നമ്മൾ ഡെയിലി ഓതുന്ന സൂറത്തുകളുണ്ടല്ലോ, അത് ഡെയിലി ഓതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അടയാളം ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട അടയാളം ഇട്ട് കൊടുക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഓതിയ ദിവസങ്ങളിൽ ഗ്രീൻ കളർ കൊടുക്കാനാണ്. അതുപോലെ ഇവിടെ ഈവനിങ് അദ്കാറിനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ 7 റൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഓരോ ദിവസവും എഴുതിയതിൻ്റെ ഈവനിങ് അദ്കാർ നമ്മൾ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മോർണിംഗിൽ യാസീൻ ഓതാറുണ്ട്. അപ്പോൾ അതിന് 7 കള്ളി കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസത്തിനും ഓരോ ടിക്കറ്റ് കൊടുക്കുക. അതുപോലെ ഒരാഴ്ചയിൽ 2 സുന്നത്ത് നോമ്പാണല്ലോ വരിക, തിങ്കളും വ്യാഴവും. അപ്പോൾ അത് നോൽക്കുന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ടിക്കറ്റ് കൊടുക്കാം. അങ്ങനെയാണ് ഞാൻ ഈ പേജ് കണക്കാക്കിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പേജ് ഗുഡ് ഡീഡ്സ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കൊടുത്തിട്ടുള്ളൂ. ഗുഡ് ഡീഡ്സ് നമ്മൾ ഈ ആഴ്ചയിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ടാവില്ല, മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുക, അതുപോലെ സുഖം ചെയ്യുക, അങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ നോട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഇവിടെ ഫ്രൈഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് പുറത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ നെയിൽ കട്ട്, ഡീപ്പ് ബാത്ത്, വൈറ്റ് ഡ്രസ്, പെർഫ്യൂം, അൽക്കാഫ്, ഏളി ഇൻ നമാസ്, അതായത് നിസ്കാരപ്പയിലേക്ക് നേരത്തെ തന്നെ പോവുക, കുറേ സ്വലാത്ത് ചെല്ലുക, ദുആ, ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഫ്രൈഡേൻ്റെ സുന്നത്തുകളാണല്ലോ. ഇത് ഓരോന്നും ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അപ്പോൾ തോന്നുന്ന ഐഡിയയ്ക്ക് അനുസരിച്ച് ഞാനിവിടെ അടയാളപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രൈഡേ നമ്മൾ കൂടുതൽ സ്വലാത്ത് ചെയ്യണം. അതുപോലെ എല്ലാ വീക്കിലും നമ്മൾ നെയിൽ കട്ട് ചെയ്യേണ്ടത് നമ്മളെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെയും അത് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യല്ല, അതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ള
ദിവസമാണ് എന്താ പറയുക ഫ്രൈഡേ. അന്നാണ് നമ്മൾ ഡീപ്പ് ബാത്ത് ചെയ്യുന്നത്. കുളി കഴിഞ്ഞ ശേഷം വൈറ്റ് ഡ്രസ്സ് നമ്മൾ ലേഡീസിനും ജെൻസിനും ഒക്കെ ധരിക്കൽ സുന്നത്താണ്. വൈറ്റ് ഡ്രസ്സ് ധരിച്ച് പെർഫ്യൂമൊക്കെ ചെയ്തിട്ട് ഇരുന്ന് അൽക്കാഫ് സൂറത്ത് ഓതുക. അതായത് നേരത്തെ തന്നെ കുളിയും മറ്റ് ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്തിട്ട് നിസ്കാരപ്പായിൽ പോയിരുന്നിട്ട് ജുമാൻ്റെ മുമ്പായിട്ട് അൽക്കാഫ് സൂറത്ത് ഓതുക. അതിന് കഴിയാത്തവരാണെങ്കിൽ സുബൈൻ്റെ മുമ്പായിട്ടും അല്ലെങ്കിൽ വ്യാഴം നൈറ്റ് തൊട്ടിട്ട് വെള്ളി ജുമാൻ്റെ മുമ്പായിട്ട് ഓർത്തി തീർത്താൽ മതി. നമുക്ക് കഴിയുന്ന രീതിയിൽ ഓതുക. അതുപോലെ അന്ന് നമ്മൾ കൂടുതൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. അതിനും വേണ്ടിയിട്ടാണ് ഇവിടെ സ്വലാത്ത് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ അസറിൻ്റെയും മഗ്‌രിബിൻ്റെ അടിയിൽ നമുക്കുള്ള മന്ത്ലി പ്ലാനിങ് ഒക്കെ തയ്യാറാക്കിയവരാണെങ്കിൽ അതിൽ ദുആ ബക്കറ്റ് ലിസ്റ്റൊക്കെ ഉണ്ടാകും. അതനുസരിച്ച് നമ്മൾക്കുള്ള ഓരോ ആവശ്യങ്ങളും അള്ളാഹിനോട് ദുആ ചെയ്ത് നേടാവുന്ന ഒരു സമയമാണ് ഫ്രൈഡേ. അന്ന് പ്രാർത്ഥനക്കൊക്കെ പ്രത്യേക ഉത്തരം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് അസർ ടു മഗ്‌രിബ് ഫ്രൈഡേയിൽ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീക്ക്ലി പ്ലാനർ. ഇത് നിങ്ങൾക്ക് ഇൻസ്പയർ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഡിസൈനൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ജസ്റ്റ് ചെയ്തേ എന്നുള്ളൂ. ഞാനിങ്ങനെ ചിലപ്പോഴേ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഇതാ പെന്ന് കൊണ്ട് ഇവിടെ എഴുതിയിട്ട പോലെ ഇതങ്ങനെ എഴുതിയിട്ടാണ് ഞാൻ ചില സമയത്തൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ.